നേമത്ത് എന്തും സംഭവിക്കാം. അതെ, കേരളത്തിലെ ഏറ്റവും തീപാറും ത്രികോണ പോരാട്ടം എവിടെയാണെന്ന് ചോദിച്ചാൽ അത് നേമത്താണ്. CPM-നും BJP-ക്കും കോൺഗ്രസിനും ഇത് അഭിമാന പോരാട്ടമാണ്. മൂന്ന് മുന്നണികളും പ്രതീക്ഷ വയ്ക്കുന്ന മണ്ഡലം. സിറ്റിംഗ് MLA CPM-ന്റെ V. ശിവൻകുട്ടി, UDF-ന് വേണ്ടി രംഗത്ത് കോൺഗ്രസിൽ നിന്നും KS ശബരിനാഥൻ, NDA-ക്ക് വേണ്ടി BJP സംസ്ഥാന പ്രസിഡന്റായ രാജീവ് ചന്ദ്രശേഖർ. BJP ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കുന്ന മണ്ഡലമാണ് നേമം. ചരിത്രത്തിൽ ആദ്യമായി BJP പ്രതിനിധി കേരള നിയമസഭയിലേക്ക് എത്തിയ മണ്ഡലം കൂടിയാണിത്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ BJP-യിൽ നിന്ന് മണ്ഡലം തിരിച്ചുപിടിച്ച് LDF നിയമസഭയിൽ നിന്ന് ആ കാവി താമരയെ കരിച്ചിരുന്നു. എന്നാൽ ഇക്കുറി കണക്ക് തീർക്കാൻ തന്നെയാണ് BJP പോരാടുന്നത്. നിയമസഭാ തിരഞ്ഞെടുപ്പിന് 4 മാസം മുൻപ് മാത്രം നടന്ന തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ചരിത്രത്തിൽ ആദ്യമായി തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം പിടിക്കാനായതിന്റെ ആത്മവിശ്വാസവുമുണ്ട് കേന്ദ്രത്തിലെ ഈ ഭരണകക്ഷിക്ക്. വാനോളം പ്രതീക്ഷയുമായി അരയും തലയും മുറുക്കിയാണ് BJP നേമത്ത് പോരിനിറങ്ങുന്നതും. BJP-യുടേത് വെറും വ്യാമോഹമായി തുടരുന്നതിനാണ് മറ്റ് രണ്ട് മുന്നണികളും ശ്രമിക്കുന്നത്. LDF-നെ സംബന്ധിച്ച് V. ശിവൻകുട്ടി നേമത്ത് അവർക്ക് നിർത്താൻ പറ്റുന്നതിൽ ഏറ്റവും ബെസ്റ്റ് കാൻഡിഡേറ്റ് ആണെന്ന് തന്നെ നിസ്സംശയം പറയാം. അദ്ദേഹം അവിടെ 2011-ലും 2021-ലും MLA ആയിരുന്നു. അതുമാത്രമല്ല, ആ പ്രദേശത്തെ വളരെ ജനകീയനായ ഒരു വ്യക്തിയാണ്. കഴിഞ്ഞ വർഷത്തെ പോലെ ഇത്തവണയും BJP-യെ തറപറ്റിച്ച് നേമത്ത് വിജയം കൊയ്യാമെന്ന് തന്നെയാണ് LDF പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ഇവിടെ വിദ്യാഭ്യാസ മന്ത്രി കൂടിയായ ശിവൻകുട്ടിക്ക് ഒരു ഡിസഡ്വാൻറ്റേജായി വരുന്നത് ഭരണവിരുദ്ധ വികാരം ഉണ്ടാകുമെന്നുള്ളതാണ്. UDF ഇറക്കിയിരിക്കുന്ന ശബരിനാഥനും ജനകീയനായ നല്ലൊരു സ്ഥാനാർത്ഥി തന്നെയാണ്. ശിവൻകുട്ടിക്കും രാജീവ് ചന്ദ്രശേഖരനും കടുത്ത മത്സരം കൊടുക്കാൻ ശബരിനാഥന് സാധിക്കുമെന്ന കാര്യത്തിലും യാതൊരു തർക്കമില്ല. കോൺഗ്രസിന് ഉറപ്പായ വോട്ടുകൾക്കൊപ്പം ഭരണവിരുദ്ധ വോട്ടുകളും വർഗീയ വിരുദ്ധ വോട്ടുകളും ശബരിനാഥന് ഗുണം ചെയ്യും. വൈകിയാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നതെങ്കിലും പ്രചാരണത്തിൽ മികച്ച പ്രകടനമാണ് UDF കാഴ്ചവെക്കുന്നത്. കൂടുതൽ അവകാശവാദങ്ങളൊന്നും ഉയർത്തുന്നില്ലെന്നും മെയ് 4-ന് നിങ്ങൾ നോക്കിക്കോളൂ, സഞ്ജു V. സാംസണെ പോലെ മാൻ ഓഫ് ദ സീരീസ് ആയി ഒടുവിൽ നേമത്ത് UDF എത്തുമെന്നും ശബരിനാഥൻ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുമുണ്ട്. നേമത്തെ മതേതര വോട്ടുകളും കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ UDF-ന്റെ അടിസ്ഥാന വോട്ടുകളും സമാഹരിച്ച് വിജയ സാധ്യതയിലേക്ക് എത്താമെന്ന് UDF കണക്കുകൂട്ടുന്നുണ്ട്. 2021-ൽ ഏറെ വൈകി മണ്ഡലത്തിലെത്തി 36,524 വോട്ടുകൾ സമാഹരിച്ച K. മുരളീധരൻ നേടിയതിനേക്കാൾ ബഹുദൂരം മുന്നിലെത്താൻ ഈ ഘടകങ്ങൾ തുണച്ചേക്കാമെന്നും ശബരിനാഥൻ കണക്കുകൂട്ടുന്നുണ്ട്. പൊതുവെ ഇടതിനെയും വലതിനെയും തിരഞ്ഞെടുത്തുകൊണ്ടിരുന്ന ഒരു മണ്ഡലമായിരുന്നു നേമം. 2001-ൽ കോൺഗ്രസിലെ N. ശക്തൻ CPM-ൽ നിന്ന് മണ്ഡലം പിടിച്ചെടുക്കുകയായിരുന്നു. 2006-ലും അദ്ദേഹം തന്നെ തുടർന്നു. 2011-ൽ V. ശിവൻകുട്ടി CPM-ന് വേണ്ടി എത്തുകയും കോൺഗ്രസിനോട് പകരം ചോദിക്കുകയും ചെയ്തു. ആ തെരഞ്ഞെടുപ്പിൽ ശിവൻകുട്ടി ജയിച്ചത് 6,415 വോട്ടുകൾക്കാണ്. O. രാജഗോപാലായിരുന്നു 2ാം സ്ഥാനത്ത്. 2016-ലാണ് BJP നിയമസഭയിൽ അക്കൗണ്ട് തുറക്കുന്നത്. 8,671 വോട്ടുകളുടെ ലീഡോടെ ശിവൻകുട്ടിയെ O. രാജഗോപാൽ നേമത്ത് 2ാം സ്ഥാനത്താക്കി. എന്നാൽ BJP-യോടും പകരം ചോദിച്ചുകൊണ്ട് 2021-ലെ തിരഞ്ഞെടുപ്പിൽ ശിവൻകുട്ടി BJP-യിലെ കുമ്മനം രാജശേഖരനെ 3,949 വോട്ടുകൾക്ക് തോൽപ്പിച്ചു. ഇനി 2026 ഇതിൽ ആരുടെ കൊടി നേമത്ത് പാറി പറക്കുമെന്നാണ് നമുക്കറിയേണ്ടത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മണ്ഡലത്തിൽ BJP നേടിയ മികച്ച ലീഡ് തന്നെയാണ് അവരുടെ ഏറ്റവും വലിയ ആത്മവിശ്വാസമായി മാറുന്നത്. നേമം മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന 22 വാർഡുകളിൽ 17 വാർഡുകളിലാണ് NDA വിജയിച്ചത്. പിന്നെ രാജീവ് ചന്ദ്രശേഖരന്റെ സ്ഥാനാർത്ഥിത്വവും അവർക്ക് ഗുണം ചെയ്യുന്നുണ്ട്. കാരണം 2024-ൽ നടന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് BJP കാൻഡിഡേറ്റായ രാജീവ് ചന്ദ്രശേഖർ കോൺഗ്രസിലെ ശശി തരൂറുമായി നടത്തിയത്. ഒരു ഘട്ടത്തിൽ തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന് രാജീവ് ചന്ദ്രശേഖർ ജയിക്കും എന്നുവരെയുള്ള തോന്നൽ ഉണ്ടാക്കിയെടുത്തിരുന്നു. എങ്കിലും പിന്നീട് അട്ടിമറി നടത്തി ശശി തരൂർ ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുകയായിരുന്നു. എന്നാലും നേമം മണ്ഡലത്തിൽ BJP നേടിയ ലീഡ് അവരുടെ മണ്ഡലത്തിലെ മികച്ച അടിത്തറയുടെ തെളിവാണ്. 22,126 വോട്ടുകളുടെ ലീഡ് BJP നേടി എന്ന് പറയുമ്പോൾ തന്നെ മണ്ഡലത്തിൽ അവരുടെ സ്വാധീനം ഊഹിക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ BJP ഒരു പ്രധാന ശക്തിയായി വളർന്നുകൊണ്ടിരിക്കുന്ന തലസ്ഥാനത്തെ നേമമണ്ഡലത്തിൽ മറ്റ് രണ്ട് മുന്നണികളും പ്രധാനമായും ലക്ഷ്യം വയ്ക്കുന്നത് ഒരിക്കൽ വിരിഞ്ഞ് കരിഞ്ഞുണങ്ങിയ താമര വീണ്ടും വരാതെ ഇരിക്കാനാകും. മതന്യൂനപക്ഷങ്ങളുടെ വോട്ടുകൾ ഈ തെരഞ്ഞെടുപ്പിൽ ഏകീകരിക്കപ്പെടും എന്നാണ് കണക്കുകൂട്ടൽ. അത്തരത്തിലൊരു കാര്യം സംഭവിച്ചാൽ അത് BJP-ക്ക് അത്ര നല്ലതിനാകില്ല. ഈ വോട്ടുകൾ എങ്ങോട്ട് മറിയും എന്നതാണ് ഇനി അറിയേണ്ടത്. ഇരു മുന്നണികളും അതിനൊരു പാലം ഇടുന്നുണ്ടെങ്കിലും
ഭരണവിരുദ്ധ വികാരം കൂടി ചേർത്ത് വയ്ക്കുമ്പോൾ അത് ശബരിനാഥന് ഗുണമായി വരും. ഇലക്ഷൻ സമയത്ത് പല അടിയൊഴുക്കുകളും സംഭവിക്കുമെന്ന് കരുതുന്ന മണ്ഡലമാണ് നേമം. അതുകൊണ്ട് തന്നെ നേമത്ത് എന്തും സംഭവിക്കാം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ നേമം 3 മുന്നണികൾക്കും അഭിമാന പോരാട്ടമാണ്. വാക്പോരുകൾ കൊണ്ട് നേമം ഒരു തികഞ്ഞ ഹോട്ട് സീറ്റാണിപ്പോൾ. ഒടുവിൽ ജയിക്കുന്ന മുന്നണിക്ക് അതൊരു ഗ്ലാമർ വിജയം തന്നെയാകുമെന്നതാണ് പോയിന്റ്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെൽ ഐക്കൺ ഇനേബിൾ ചെയ്യാനും മറക്കരുത്.